ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി മറ്റൊരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമോ? പലർക്കും ഇതിൻ്റെ ഉത്തരം അറിയില്ല. എന്നാൽ സോളാറിൽ ഇങ്ങനെയൊരു സംവിധാനമുണ്ട്. അതിന് പറയുന്ന പേരാണ് വീലിംഗ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന നിയമങ്ങളുണ്ട്. സോളാർ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 21 പ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ സീരീസിലെ 7ാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോളാർ വീലിങ്ങിനെ പറ്റിയാണ്. വീലിംഗ് എന്നാൽ എന്താണ്? നിങ്ങൾ ഒരു സ്ഥലത്ത് സോളാർ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ആ വൈദ്യുതി മറ്റൊരു സ്ഥലത്തെ വേറൊരു മീറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട് ഒരു ഗ്രാമത്തിലാണെന്നിരിക്കട്ടെ, മറ്റൊരു വീട് ടൗണിലാണ്. ഈ ഗ്രാമത്തിലെ വീട്ടിൽ സോളാർ വെച്ചിട്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ടൗണിലുള്ള വീട്ടിൽ ഉപയോഗിക്കുവാൻ സാധിക്കും. ഇതാണ് സോളാർ വീലിംഗ്. പക്ഷെ ഇവിടെ ഒരു പ്രധാന നിബന്ധനയുള്ളത്, വീലിംഗ് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലങ്ങളെയും വൈദ്യുതിയിലെ കണക്ഷനെ ഒരേ ആളുടെ പേരിലായിരിക്കണം. അത് മാത്രവുമല്ല, ആ രണ്ട് ബിൽഡിങ്ങിൻ്റെയും കരമടച്ച രസീത് സെയിം പേരിലായിരിക്കണം. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത്. സോളാർ ഉള്ള സ്ഥലത്തെ കൺസ്യൂമർ നമ്പർ, വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥലത്തെ കൺസ്യൂമർ നമ്പർ, ഇവ രണ്ടിലുമുള്ള പേര് ഒന്നായിരിക്കണം. അത് മാത്രമല്ല, അവിടെ നിങ്ങളുടെ സ്വന്തം ബിൽഡിംഗ് ആയിരിക്കണം, ഒരേ പേരിലായിരിക്കണം കരമടച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വീലിംഗ് അനുവദിക്കുന്നതല്ല. ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ഒരാളിന് ഒരു വീട് ഗ്രാമത്തിലുണ്ടെന്നിരിക്കട്ടെ, ഒരു ഷോപ്പ് ടൗണിലുമുണ്ട്. ഗ്രാമത്തിലെ വീട്ടിൽ 5 കിലോ വാട്ടിൻ്റെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തു. അവിടെ ഉപയോഗം കുറവായതിനാൽ വളരെയധികം വൈദ്യുതി ഗ്രിഡിലേക്ക് പോകുന്നു. അപ്പോൾ ആ വൈദ്യുതി ടൗണിലുള്ള ഷോപ്പിൽ ഉപയോഗിക്കാൻ വീലിംഗ് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം വരാം. വീടിൻ്റെ വൈദ്യുതി ബിൽ അച്ഛൻ്റെ പേരിലാണ്, ഇനിയും ഷോപ്പിൻ്റെ വൈദ്യുതി ബില്ല് മകൻ്റെ പേരിലുമാണെങ്കിൽ ഇത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയായാൽ നമ്മൾ സെയിം പേരായിരിക്കണം. അതേപോലെ തന്നെ ഈ കരമടച്ച രസീതുകളും സെയിം പേരിലാണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങേക്ക് മാറ്റി ലഭിക്കുന്നതുള്ളൂ. അതേ വശത്ത് രണ്ടും ഒരേ പേരിലാണെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്ത് ലഭിക്കുകയും ചെയ്യും. അതിനായിട്ട് KSEB ചെറിയ ചാർജ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. അതിനാൽ വീലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്: രണ്ട് സ്ഥലങ്ങളിലെയും കൺസ്യൂമർ നമ്പർ പരിശോധിക്കുക, ആ ബില്ലിലെ പേര് ഒന്ന് തന്നെയാണെന്ന് ഉറപ്പാക്കുക, വീൽ ചെയ്യാൻ ഉള്ള KSEB നിയമങ്ങൾ മനസ്സിലാക്കുക, അതേപോലെ തന്നെ രണ്ട് ബിൽഡിങ്ങും ഒരാളുടെ പേരിലാണെന്ന് ഉറപ്പാക്കണം. ഇവ ശരിയായാൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. സോളാർ വീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം. സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 21 കാര്യങ്ങളിലെ 7ാമത്തെ വീഡിയോ ആയിരുന്നു ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ബാക്കി പ്രധാന കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോളാറിനെ പറ്റി പഠിക്കാനും അറിയാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.